അടിപൊളി പറഞ്ഞാൽ അടിപൊളി. എന്താ പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് നമ്മൾ ഇതുവരെ ചിക്കൻ കറി കഴിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു റെസിപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ടേസ്റ്റ് ഇനി ഒരിക്കലും വേറെ കറികളിൽ കിട്ടില്ല. അപ്പോൾ ഈ കറി ഇതന്നെയാണ് ഹൈദരാബാദി അടിപൊളി ചിക്കൻ കറി. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഹൈദരാബാദ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാത്തിലും കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റിയും ആയിരിക്കും, നമുക്ക് എല്ലാത്തിലും കൂട്ടിയും കഴിക്കാം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റിയുള്ള കറി പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനത്തെ കറി അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ കഴിച്ച് നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾക്കൊരു വലിയ ഹോട്ടലുകളിലൊക്കെ കയറുമ്പോൾ ഈ കറി കിട്ടുള്ളൂ. അത് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് വളരെ സിമ്പിളുമാണ്. എന്നാൽ പിന്നെ നമുക്ക് അതിൽ എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളൊന്നും പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചിക്കൻ, വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, ചെറിയ ജീരകം, ഗരം മസാല, ഉപ്പ്, തൈര്, മല്ലിച്ചപ്പ്, ഇത്രയും വെച്ചിട്ടാണ് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഞാൻ ആ കറി ഉണ്ടാക്കണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി എന്തോന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു വലിയ ജാറ്. അത് കഴിഞ്ഞ് എന്താ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ 1/2 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുള്ളൂ, നോക്കിക്കോളൂ. അതിൽ വേണ്ട സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു ജാർ എടുക്കണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5-10 എണ്ണം എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. 2 വലിയ സബോള നന്നായി ചെറുതായി ഇത്തിരി കട്ട് ചെയ്തതാണ്. നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒരു 7 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിച്ചപ്പ്, അതായത് മല്ലിച്ചപ്പ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. കഴുകി വൃത്തിയാക്കിയതാണ്. ഇതെല്ലാം ഇതിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിത്തഴ എത്രയായാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത്, ഇതിലൊന്ന് മസാല പുരട്ടി വയ്ക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്കിപ്പോൾ ഇതിൽ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈര് ചെറിയ കപ്പിന് 1 കപ്പ്, പുളിയുള്ള തൈരാണ്. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ മസാല. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ അതേപോലെ എല്ലാം നല്ല പോലെ ഇളക്കി നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്കൊരു പാന് വെച്ച് കൊടുത്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്തെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 5 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. നമ്മുടെ അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്തതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ തീ നല്ല കമ്മിയാക്കി വെച്ചതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് വലിയ ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂണ്. ചെറിയ ജീരകം പൊടിച്ചതാണ് 1 ടീസ്പൂണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കമ്മിയായി വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല പച്ചമണം പോയി തീ ഇത്തിരി കൂട്ടി വെച്ചതിന് ശേഷം മസാല വരട്ടി വെച്ച് ചിക്കനെ നമുക്കിതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ ഗ്രേവി മുഴുവനും ഒഴിച്ച് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായി തിളക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കമ്മിയായി വെക്കും വേണം. മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നല്ലോണം ഒന്ന് വേവുണ്ടല്ലോ, ഈ വെള്ളം ഇത്തിരി നല്ല പറ്റണം. അതുവരയ്ക്കും നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുവരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒന്നും കൂടെ ഒരു സാധനം കൂടി ഇതിലിട്ട് കൊടുക്കണം. നമുക്കിനി ഗരം മസാല ഇട്ട് കൊടുക്കാം. ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. ആ ഗരം മസാലൻ്റെ മണം അതിലൊന്ന് സെറ്റ് ആവട്ടെ. അതുവരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇടാം. നമുക്ക് അടുത്തതായിട്ട് വേണ്ടതിൽ എന്താണ്, മല്ലിയില ഒരു തണ്ട് എടുത്തിട്ടുണ്ട്, നല്ല പൊടിയായി അരിഞ്ഞതാണ്. നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ടേസ്റ്റ് ചെയ്യാം. ബാബു, അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ വന്നോ? അപ്പോൾ നമ്മുടെ പുഷ്പമ്മ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ കേരളമോ തമിഴ്നാടോ ഊട്ടിയോ കൊടൈക്കനാലൊന്നും അല്ല, അങ്ങ് ഹൈദരാബാദിലേക്ക് പോയിരിക്കുകയാണ്. ഹൈദരാബാദി ചിക്കൻ കറി ഗംഭീരമായിട്ട് ഒരു വെറൈറ്റിയാണ്. നമ്മൾ കേരളത്തിൽ എവിടെയും കാണാത്ത ഒരു പച്ചമയമായിട്ടുള്ള ഒരു പച്ചക്കറിയിലെ അടിപൊളി ചിക്കൻ, ഹൈദരാബാദി ചിക്കൻ കറി. കാണുമ്പോൾ തന്നെ അറിയാം കഴിക്കാൻ കൊതിയൂറുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും പുഷ്പമ്മ അവിടെ പോയി കഴിക്കണ്ടേ, ഇവിടെ വായിൽ വെള്ളം ഊറുന്ന ടേസ്റ്റാണ്. എന്തായാലും വായിൽ വെള്ളം വന്നു. പിന്നെ പുഷ്പമ്മ അടിപൊളിയായിട്ട് ഇതിൻ്റെ കൂടെ പൊറോട്ടയാണ് കഴിക്കാൻ പറ്റും പറഞ്ഞില്ലേ? അടിപൊളിയായിട്ട് പൊറോട്ട കഴിക്കാൻ. പൊറോട്ടയാണ് കൂടുതൽ ചേരുക എന്നാണ് പുഷ്പമ്മ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് കൊണ്ട് പുഷ്പമ്മ അടിപൊളിയായിട്ട് ഗംഭീര നൂലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നൂലപ്പവും ചിക്കൻ, അതായത് ഹൈദരാബാദി ചിക്കൻ കറിയും കൂടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. കാണുമ്പോൾ നല്ല ചേലുണ്ട്. ഇനി നല്ല പിരിവിശി എന്നുള്ള അടിപൊളി നൂലപ്പം കറി അങ്ങോട്ട് ഇടുക. കറി അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഗ്രേവിയും കൂടെ എടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ ഇങ്ങനെ ഒഴുക്കി അങ്ങോട്ട് കിട്ടുക. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണുന്ന ചേല് പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണോ എന്നുള്ളത് എന്തായാലും കഴിച്ച് നോക്കിയിട്ട് പറയാം. നല്ല നൂല് പോലെയുള്ള അടിപൊളി നൂലപ്പം പുഷ്പമ്മ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഇതുപോലത്തെ കിട്ടണം കണ്ട കരകരാന്ന് വറക്കുന്നത്. അങ്ങനെ നൂലപ്പം എടുത്തിട്ട് ചെറിയൊരു ചിക്കൻ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അടിപൊളി പറഞ്ഞാൽ അടിപൊളി. എന്താ പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് നമ്മൾ ഇതുവരെ ചിക്കൻ കറി കഴിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു റെസിപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ടേസ്റ്റ് ഇനി ഒരിക്കലും വേറെ കറികളിൽ കിട്ടില്ല. അപ്പോൾ ഈ കറി ഇതന്നെയാണ് ഹൈദരാബാദി അടിപൊളി ചിക്കൻ കറി. നല്ല ടേസ്റ്റിൻ്റെ പുഷ്പം. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കഴിക്കട്ടെ. അതെ, എന്താ വെച്ചാൽ ഈ കറിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിരിക്കും. അധികം മുളകില്ല, ഒന്നുമില്ല, എല്ലാം വിറ്റാമിനുള്ള സാധനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് ചിക്കൻ കഴിക്കണമെങ്കിൽ കൊതിയോടെ ഇങ്ങനെ കഴിക്കണം. അടിപൊളി ടേസ്റ്റായി. പൊറോട്ട, ചപ്പാത്തി, ഇനിയിപ്പോൾ ബിരിയാണി ആയിക്കോട്ടെ, അതിൽ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. നെയ്ച്ചോറിനും പറ്റിയതാണത്. ഇതാണ്ടല്ലേ കറി, അടിപൊളി കറികളാണ്. നോക്കി കടും പച്ച കളറൊക്കെ പോയിട്ട് ഒന്ന് സെറ്റ് ആയില്ലേ? പച്ച കളറ് പറഞ്ഞിരിക്കണ്ട, പക്ഷെ അധികം ആ മല്ലിച്ചപ്പള്ളിയ കളറ് അടിപൊളി ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. നെയ്ച്ചോറിനൊക്കെ പെട്ടയ്ക്കും. അപ്പോൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ടേസ്റ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് നിർത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും അമ്മാതിരി ടേസ്റ്റുള്ള അടിപൊളി ഹൈദരാബാദി ചിക്കൻ കറി നിങ്ങളും സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുക. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് പുഷ്പമ്മ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലുണ്ടാക്കി കഴിക്കുക. വായിൽ വെള്ളം ഊറുന്നുണ്ടെന്ന് അറിയാം. ആ ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഹൈദരാബാദി ചിക്കൻ കറി ഉണ്ടാക്കുക, കഴിക്കുക, ടേസ്റ്റ് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പുഷ്പമ്മനെ അറിയിക്കാം. അപ്പോൾ അടുത്ത കിടുക്കാച്ചി മറ്റു പല സംസ്ഥാനങ്ങളിലെയും ഫുഡുമായിട്ട് അല്ലെങ്കിൽ വിദേശ യൂറോപ്പിനോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും പാടി കിച്ചൻ്റെ വക. ബായ്.